ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന 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 നാഥ ആരാധന. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ആരാധന ആരാധന നാഥ ആരാധന. ജീവിതവും നിയോഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന ആരാധന നാഥ ആരാധന. അമ്മയോടൊപ്പം ദിവികാരുണ്യനാഥനെ ആരാധിച്ചുകൊണ്ട് ആരാധന ആരാധന നാഥ ആരാധന. ഹൃദയത്തിന്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളും ചേർത്ത് അവിടത്തോടൊപ്പം ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. വിശുദ്ധ പാദ്രി പിയോ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. ലോകം മുഴുവനുമുള്ള ആനന്ദങ്ങൾ അനുഭവിച്ചുകൊണ്ട് 1000 ആണ്ട് ജീവിക്കുന്നതിലും എനിക്ക് പ്രിയങ്കരം ദിവികാരുണ്യ സന്നദ്ധിയിൽ 1 മണിക്കൂർ ചെലവഴിക്കണതാ. ഈ ദിവികാരുണ്യ സന്നദ്ധിയിൽ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ആയിരിക്കാൻ ഞങ്ങളെ ചേർത്ത പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും പങ്കുവയ്ക്കാൻ കാരുണ്യരൂപൻ്റെ സവിധത്തിലായിരിക്കണത് എൻ്റെ ജീവിതത്തിൻ്റെ പതിവാണ് എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ വിശുദ്ധ ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ വിചാരങ്ങളെ പ്രാർത്ഥനകളായി ചേർത്തുവെച്ച് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹൃദയം തുറന്ന് നീ അവിടുത്തെ വിളിച്ചാൽ നിന്റെ ഹൃദയ സക്രാരിയിൽ വന്ന് അവിടുന്ന് വാസം കൊള്ളും എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ചൈതന്യം ഹൃദയം തുറന്ന് ഹൃദയവാതിൽ മലർക്ക തുറന്ന് കാരുണ്യരൂപ അവിടുത്തെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമണികളോട് ചേർന്ന് ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകളാൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന മന്ത്രത്താൽ മുഖരിതമാക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട നാളും കാലവും വിശുദ്ധ അഗസ്റ്റിൻ നമ്മളെ ഓർമ്മപ്പെടുത്തും. ജപമാല കരങ്ങളിലേന്തി ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുന്നത് ലോകത്തിലെ അത്ഭുതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സാധ്യതയാണ്. പരിശുദ്ധ അമ്മയുടെ കൂടെ ദിവ്യകാരുണ്യ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ അമ്മയുടെ സാന്നിധ്യവുമുണ്ട്. ഹൃദയപൂർവ്വം നമുക്ക് ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ പരിശുദ്ധ അമ്മയെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കാം. ഒക്ടോബറിൻ്റെ ആദ്യം മുതൽ ഇന്നുവരെ നാം ഓരോരുത്തരും ചേർത്തുവെച്ച നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ, അസാധ്യമെന്നു കരുതിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എല്ലാം
ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ കൊടുത്ത് ഈശോയോട് പറഞ്ഞേ, ഈശോയെ, ആരോടും പറയാതെ ഹൃദയത്തിൽ പേറുന്ന സങ്കട നൊമ്പരാനുഭവങ്ങളുടെ ഒരു കടലാണ് ഞാൻ. നീന്തിക്കടക്കാൻ കഴിയാത്ത വിധം വല്ലാതെ ഉടർന്നു എൻ്റെ ജീവിതത്തിൽ. കൃപകളും അഭിഷേകങ്ങളും അനുഗ്രഹങ്ങളും തരണേ. പരിശുദ്ധയമ്മേ, നമുക്കോടെയായിരിക്കണേ. അടിയങ്ങൾ ഇന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പം വലിയ ദൈവാനുഗ്രഹം, വലിയ ദൈവകൃപ ജീവിതത്തിൽ ലഭിക്കട്ടെ. ലോകം മുഴുവനെ ഓർക്കാം, തിരുസഭയെ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ടതും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവട്ടെ. ഇന്ന് ഈ ജപമാലയുടെ നമ്മുടെ പൊതുനിയോഗം ഭൗതികമായ മേഖലയിൽ നാം കടന്നുപോകുന്ന പ്രതിസന്ധികളിലേക്കുള്ള ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. വ്യക്തിപരമായ നിയോഗങ്ങളെ നമുക്കൊന്ന് ഓർക്കാം. സങ്കടങ്ങളായത്, നൊമ്പരം, മുറിവേറ്റ അവസ്ഥകൾ, മക്കൾ, ഒരുപിടി ഓർമ്മകൾ എല്ലാം വ്യക്തിപരമായ നിയോഗത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായി ഞങ്ങൾ നിസ്സീമ പ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാലയർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായ ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. വളരെ പ്രത്യേകമായി
ഇന്ന് ഭൗതികമായ മേഖലയിലുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പീഡകൾ സഹിച്ച് മരിച്ചതിൻ്റെ 3-ാം നാൾ ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി എന്ന് നാം ധ്യാനിക്കുന്നു. വിശുദ്ധ ഡോൺ ബോസ്കോ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും: ദൈവത്തിനും അവിടുത്തെ മാതാവിനും അസാധ്യമായിട്ടൊന്നുമില്ല. ഈ ഒന്നാം രഹസ്യത്തിൽ ഭവന നിർമ്മാണത്തോട് ബന്ധപ്പെട്ട നിയോഗങ്ങളെ മുഴുവനും നമുക്കൊന്ന് ഓർക്കാം. ഒരു ഭവനമെന്ന സ്വപ്നം, തടസ്സപ്പെട്ട അവസ്ഥകൾ, അതിനെ ചുറ്റിപ്പറ്റി കടന്നു പോകുന്ന മാനസിക വൈകാരിക സംഘർഷങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ. തമ്പുരാനെ, അത്ഭുതകരമായി രഹസ്യത്തിൽ അമ്മ മാധ്യസ്ഥം വഴിയായി ആ മേഖലയ്ക്ക് വലിയ വിടുതൽ ലഭിക്കാൻ ഈ ഒന്നാം രഹസ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ.
ആവേ 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 മരിയ ആവേ 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 മരിയ. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ആവേ 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 മരിയ ആവേ 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 മരിയ. ഭവന നിർമ്മാണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ നിയോഗങ്ങളെ ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭവന നിർമ്മാണ തടസ്സം നേരിടുന്ന എല്ലാവരിലേക്കും വലിയ ദൈവിക ഇടപെടൽ ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏതെങ്കിലും വിധത്തിൽ ഭവനത്തിനെതിരായി നിലപാടെടുക്കുന്നവർ മാനസാന്തര കൃപയിലേക്ക് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് ഏലീശ ഗർഭിണിയായി വിവരം കേട്ടപ്പോൾ ആ പുണ്യവരെ ചെന്ന് കണ്ട് 3 മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് കബറിനി നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും: നീ അപകടത്തിലാണെങ്കിൽ മറിയത്തിലേക്ക് തിരിയുക, നീ രക്ഷിക്കപ്പെടും, ആശ്വസിപ്പിക്കപ്പെടും. ഈ രഹസ്യത്തിൽ വളരെ പ്രത്യേകമായി മക്കളുടെ പഠനം, ഭാവി, തൊഴിൽ, ജീവിതാന്തസ്സിനോട് ബന്ധപ്പെട്ട ആകുലതകൾ എല്ലാം തിരുമുമ്പിലേക്ക് ചേർത്ത് വയ്ക്കാം. അത്ഭുതകരമായി അമ്മ മാധ്യസ്ഥം വഴി മക്കളുടെ ജീവിതത്തിൻ്റെ ഇത്തരം തടസ്സയിടങ്ങളിലേക്ക് ദൈവകൃപയൊഴുകാൻ വേണ്ടി ഈ രഹസ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. ആവേ മരിയ, 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 ആവേ മരിയ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരുകരങ്ങളും ഉയർത്തിയ ദിവ്യകാരുണ്യ സന്നിധിയിൽ മക്കളെ, അവരുടെ പഠനത്തെ, ഭാവിയെ, തൊഴിൽ മേഖലകളെ, വിവാഹ തടസ്സങ്ങളെല്ലാം ഓർത്ത് വലിയ സ്നേഹത്തോടെ നമുക്ക് അവിടുത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, കർത്താവേ നന്ദി, ദൈവമേ ആരാധന, സ്തോത്രം, കർത്താവേ മഹത്വം. ഞങ്ങളുടെ മക്കളെ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ, തൊഴിൽ മേഖലകളെ, പഠനത്തെ എല്ലാം തമ്പുരാനെ കൃപകളാക്കി രൂപാന്തരപ്പെടുത്തിയാലും കർത്താവേ കരുണ കാണിക്കണമേ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, ദൈവമേ ആരാധന, മഹത്വം. കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വർഗ്ഗം സ്വീകരിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും വടിയട്ടെ. മക്കളോട് ബന്ധപ്പെട്ട ആദിവ്യാധികളിലേക്ക് കൃപയോടുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, കർത്താവേ നന്ദി. യേശുവേ സ്തോത്രം, കർത്താവേ മഹത്വം. യേശുവേ ആരാധന, മഹത്വം. കർത്താവേ ദൈവമേ ആരാധന, ആരാധന, ആരാധന. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സഖിയോനോട് ധ്യാനിച്ചിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്നേഹന്മാരുടെയും മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ധ്യാനിക്കാം. ലയോ 13 മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തും. ജപമാല ഏറെ വിസ്മയനീയമായൊരു പ്രാർത്ഥനയാണ്. അത് വിശ്വസനീയമായ ഒരു ആയുധമാണ്. അതിവിശിഷ്ടമായ പ്രാർത്ഥനയാണ്. നിത്യജീവനോളം ഉപകാരപ്പെടുമെന്ന് ഉറപ്പുള്ള പ്രാർത്ഥനയാണത്. ഈ ബോധ്യത്തോടെ മൂന്നാം രഹസ്യത്തിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ചേർത്തു വയ്ക്കാം. സ്ഥലം വാങ്ങാനും വിൽക്കാനും പല വിധത്തിൽ സ്ഥലത്തിൻ്റെ വീതം വയ്പ്പിനോട് ബന്ധപ്പെട്ടും നമ്മളും നമ്മുടെ കുടുംബവും പ്രിയപ്പെട്ടവരും കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും അമ്മ വഴി ദിവ്യകാരുണ്യനാഥൻ്റെ അത്ഭുതകരമായ ഇടപെടലിനായി നമുക്ക് ഈ മൂന്നാം രഹസ്യത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കീഴും നമ്മേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴുന്നമ്മേ. സ്ഥലത്തോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ ആകുലതകളിൽ ഉത്തരമായി മാറാൻ കാത്തിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്ഥലം വാങ്ങാനുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് വലിയ ദൈവിക ഇടപെടൽ പ്രാർത്ഥനയോടെ ആഗ്രഹിച്ചു ചേർത്തു വെച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്ഥലം വിൽക്കുക എന്ന നിയോഗത്തെ ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്തുന്ന എല്ലാ ഇടങ്ങളും നവീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് കൃപയൊഴുകാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ബർനാഡിൻ്റെ വാക്കുകൾ ഹൃദയത്തിലുണ്ടാവട്ടെ. പരിശുദ്ധ മറിയം നമ്മളെ താങ്ങിയാൽ നാം വീഴുകയില്ല. അവൾ സംരക്ഷിക്കുമ്പോൾ നാം ഭയപ്പെടേണ്ടതില്ല. അവൾ നയിക്കുമ്പോൾ നാം ക്ഷീണിക്കുകയില്ല. അവൾ അനുകൂലയായിരിക്കുമ്പോൾ നാം നിത്യസൗഭാഗ്യത്തിൻ്റെ തുറമുഖത്ത് സുരക്ഷിതരായെത്തും. അമ്മേ, അമ്മയ്ക്കൊപ്പമായിരുന്നു കൊണ്ട് ഇന്നെൻ്റെ നിയോഗത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ സാമ്പത്തിക മേഖല, കടബാധ്യതകൾ, ലോൺ അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥകൾ, ജപ്തിയുടെ വക്കിലെത്തിയ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ, മക്കളുടെ പഠനത്തിനും ഭാവിക്കുമൊക്കെയായി വിവാഹത്തിനും ജീവിതത്തിൻ്റെ പല അത്യാഹിതങ്ങൾക്കും വേണ്ടി എടുത്തവയൊക്കെ എടുത്താ പൊങ്ങാത്തതായി മാറിയ ഈ സങ്കടത്തിൻ്റെ സാമ്പത്തിക മേഖലയിലേക്ക് അമ്മ വഴിയായി ദിവ്യകാരുണ്യത്തിൽ നിന്നും വലിയ കൃപയൊഴുകാൻ വേണ്ടി ഈ രഹസ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. നിന്നോടു യാചിച്ചോരാരും തന്നെ ദുഃഖിതരായതു കേട്ടിട്ടില്ല. നിന്നോടു യാചിച്ചോരാരും തന്നെ ദുഃഖിതരായതു കേട്ടിട്ടില്ല. നീയൊന്നു ചൊല്ലിയ നിന്റെ പുത്രൻ കനിവോടെ എല്ലാം നിവർത്തിക്കുമേ. നീയൊന്നു ചൊല്ലിയാൽ നിന്റെ പുത്രൻ കനിവോടെ എല്ലാം നിവർത്തിക്കുമേ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ കരങ്ങൾ അല്പം തുറന്നു പിടിച്ച്
ഈശോയെ നോക്കി നമുക്ക് ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയൊന്ന് വിശ്വാസത്തോടെ ഉറക്കെ നമ്മുടെ സാമ്പത്തിക മേഖല വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി തിരുമുമ്പിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യീശോയേ, അവിടുത്തെ തിരുസന്നിധിയിൽ വിശ്വാസത്തോടും ഉറപ്പോടും ബോധ്യത്തോടും കൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്നു. ഏറെ പ്രത്യേകമായി ഞങ്ങൾ കടന്നു പോകുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ അവിടുത്തെ കൃപയാൽ അനുഗ്രഹമാക്കണമേ. കുടുംബത്തിലും ദേശത്തിലും ഇന്നുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ അവിടുന്ന് ഇടപെടണമേ. ഈശോയെ, ഞങ്ങൾ പല വിധത്തിൽ ഞെരുക്കത്തിലാകുമ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി പുതിയ സാധ്യതകളെ തുറക്കണമേ. കടബാധ്യതകൾ കൊണ്ട് സങ്കടം അനുഭവിക്കുന്നവരും നിരാശയിൽപ്പെട്ടവരും ആത്മഹത്യാ ചിന്ത പേറുന്നവരും ഈ നിമിഷം തന്നെ അവിടുത്തെ അനുഗ്രഹത്താൽ അഭിഷേകത്താൽ നിറയട്ടെ. ഈശോയെ, ഏതെങ്കിലും വിധത്തിൽ ജപ്തിയുടെ വക്കിലെത്തിയിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് സാമ്പത്തിക മേഖല തകർന്നതിന്റെ പേരിൽ ദുരഭിമാനത്തിന്റെ പേരിൽ സങ്കടത്തോടെ കഴിയുന്ന എല്ലാവരെയും സൗഖ്യപ്പെടുത്തണമേ. അവരുടെ ജീവിതത്തിലേക്ക് സങ്കടത്തിലേക്ക് അവിടുന്ന് തന്നെ ഇടപെടണമേ. കനായിൽ എന്ന പോലെ പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഇത്തരം മേഖലകളെ വിശുദ്ധീകരിക്കാൻ നവീകരിക്കാൻ അനുഗ്രഹമാക്കാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അഞ്ചാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തൻ്റെ ദിവ്യകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ജോൺ യൂഡ്സിൻ്റെ വാക്കുകൾ ഹൃദയത്തിലുണ്ടാവട്ടെ. പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്ന ഒരുവനും നശിച്ചു പോകാനിടയാവുകയില്ല. അമ്മയെ നമുക്ക് ആത്മാർത്ഥമായി ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സ്നേഹത്തണൽ പറ്റി ആ സ്നേഹം തീരം തേടി യാത്ര ചെയ്യാം. ഈ രഹസ്യത്തിൽ വളരെ പ്രത്യേകമായി വൈദേശിക തൊഴിൽ പഠന സാധ്യതകൾക്ക് വേണ്ടി പരീക്ഷ എഴുതുന്നവരും അതിൻ്റെ ഒരുക്കത്തിലായിരിക്കുന്നവരും അതിൻ്റെ പേപ്പർ വർക്കുകൾ നടക്കുന്നവരും തടസ്സങ്ങൾ മൂലം അത്തരം സാധ്യതകൾ നിഷേധിക്കപ്പെടുന്നവരും പല വിധത്തിലുള്ള പരീക്ഷകൾക്ക് വേണ്ടി പല വിധത്തിൽ ഒരുങ്ങുന്നവരുമായ എല്ലാവരെയും അതിനോട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെ അതിനായി പുറകിൽ അധ്വാനിക്കുന്ന ഏജൻസികളെ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. സത്യനീതി ധർമ്മബോധങ്ങളോടെ ഇത്തരം പരീക്ഷകളും സാധ്യതകളും തുറക്കപ്പെടാൻ തടസ്സങ്ങളായ മേഖലയിൽ തമ്പുരാൻ്റെ വലിയ കൃപ അമ്മ വഴി ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ അഞ്ചാം രഹസ്യം നമുക്ക് തിരുമുമ്പിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. വാഴ്ക 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 മറിയേ, വാഴ്ക 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 മറിയേ, വാഴ്ക 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 മറിയേ, വാഴ്ക 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 മറിയേ. മക്കളുടെ ഭാവിയും തൊഴിൽ മേഖലകളും വൈദേശിക ഇടങ്ങളും കൃപയാൽ തുറക്കപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിവിധങ്ങളായ മത്സര പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ മക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും തടസ്സം നീങ്ങി കൃപയൊഴുകാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏതെങ്കിലും വിധത്തിൽ വൈദേശിക സാഹചര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരുടെ പേപ്പർ വർക്കുകളെല്ലാം കൃത്യതയോടെ, അനുഗ്രഹത്തോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്തു പൂർത്തിയാക്കാൻ ഉതകത്തക്ക വിധമുള്ള സാഹചര്യങ്ങളെ ഒരുക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണു തുറന്ന് ഈ പരിശുദ്ധ കുർബാനയെ നോക്കിയിട്ട് സ്നേഹത്തോടെ അമ്മയോട് പറയണം, അമ്മ വഴി ഈശോയോട് പറയണം. വിശുദ്ധ കോൾബയെ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും, പരിശുദ്ധ മറിയത്തിന് സ്വന്തമായിട്ടുള്ളവർ ഒരിക്കലും നശിക്കാനിടയാവില്ല. അമ്മയോട് ചേർന്ന് ഈ കാരുണ്യരൂപനോട് ആരോടും പറയാത്ത ഹൃദയത്തിൻ്റെ സങ്കടങ്ങളെ, എൻ്റെ കുടുംബവും ജീവിതവും ജീവിത സാഹചര്യങ്ങളും ഞാനായിരിക്കുന്ന ദേശവും എൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഇടങ്ങളും എനിക്ക് നൽകുന്ന ഭാരം, ഭയം, ആകുലതകളെല്ലാം അമ്മ വഴി ഈശോയ്ക്ക് കൊടുക്കാം. ആരോടും പറയാത്ത നൊമ്പരങ്ങളെ ചേർത്ത് പിടിക്കാം. സ്നേഹത്തോടെ ലുത്തിനിയ പ്രാർത്ഥന ചൊല്ലാനായിട്ട് നാം ഒരുങ്ങുമ്പം
ഒരുപറ്റം അധരവ്യായാമത്തിൻ്റെ പ്രാർത്ഥനയല്ല ലുത്തിനിയ എന്ന് തിരിച്ചറിയണം. 13-ാം നൂറ്റാണ്ട് മുതൽ സഭയുടെ പാരമ്പര്യത്തിൽ ഏറെ പ്രാധാന്യത്തോടെ ചൊല്ലിയിരുന്ന ലുത്തിനിയ പ്രാർത്ഥന. സ്വർഗം പരിശുദ്ധ അമ്മയെ വിളിക്കാനായിട്ട് കൊതിയോടെ മനസ്സിൽ കരുതിയതൊക്കെ വിശുദ്ധരിലൂടെ, പുണ്യപ്പെട്ട ജീവിതങ്ങളിലൂടെ, മാർപ്പാപ്പമാരിലൂടെ കൈമാറ്റം ചെയ്തതാണ്. അത് പരിശുദ്ധ അമ്മയുടെ അപദാനങ്ങളുടെ സുന്ദരമായ ഒരു കീർത്തനമാണ്. വെറുതെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്ന് ശ്രദ്ധയില്ലാതെ ചൊല്ലുന്നൊരു പ്രാർത്ഥനയായി അത് അധപതിച്ചുവെങ്കിൽ, ഓരോ പ്രാർത്ഥനയുടെ പുറകിലും അമ്മയുടെ ഒരു അപദാനമുണ്ട്, അമ്മയുടെ ഒരു കീർത്തനമുണ്ട്. അതിൻ്റെ പുറകിൽ ആത്മീയതയുടെ ഒരു നിധിയുണ്ട്. നാം ലുത്തിനെ ചൊല്ലുമ്പം ഈ വലിയ ബോധ്യത്തോടു കൂടിയിട്ട് ദൈവം പരിശുദ്ധ അമ്മയെ വിളിക്കാൻ കുറിച്ച പ്രാർത്ഥനയെ നമ്മൾ ഇന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗഭാക്കുകളാകുമ്പം ദൈവത്തിൻ്റെ മനസ്സ്, സ്വർഗത്തിൻ്റെ ആനന്ദം അത് വർണ്ണനാതീതമാണെന്നുള്ള ഓർമ്മയോടെ, ബോധ്യത്തോടെ ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെയും ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെയും, മഹാത്മാവായ വിശുദ്ധ യോസേപ്പയും, സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസേയും, മാർ പൗലോസേയും, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളൊന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവവരപ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രത്യാശയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്യന്ത വിരക്തിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, തിരുസഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്നിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർഗത്തിന്റെ വാതിലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കുടിയേറ്റക്കാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മാലാകമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ശ്രീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കുടുംബങ്ങളുടെ
രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരൂപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ അങ്ങേപ്പക്കൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ കൂട്ടായ്മയെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാതൃവും ശരണമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ മുങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, അങ്ങയുടെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ വീഴ്ച കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദങ്ങളിൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന് മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. പരിശുദ്ധി അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഴിയായി നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കാൻ, ആശീർവദിക്കാൻ കാത്തിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വളരെ പ്രത്യേകമായി നാം ചേർത്ത് വെച്ച പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും വേദനയുടെ അനുഭവങ്ങളൊക്കെയും പ്രതീക്ഷയറ്റ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ആരോടും പറയാൻ കഴിയാതെ ചങ്കിൽ നീറുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടെ സമ്പൂർണമായി നമ്മളെ അടിയറ വെച്ചുകൊണ്ട് തമ്പുരാനെ, അന്തരീക്ഷം മുഴുവനും അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മുഖരിതമാക്കപ്പെട്ട അമ്മ ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ദേശത്തും ആവോളം അനുഗ്രഹം വാരിവിതറാൻ വേണ്ടി കാത്തിരിക്കുന്ന ജപമണിയുടെ മന്ത്രങ്ങളാൽ മുഖരിതമാക്കപ്പെട്ട പുണ്യപ്പെട്ട ഈ നാളിൻ്റെ അവസാന ദിനങ്ങളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഭൗതികമായ മേഖലയിൽ അവിടുത്തെ കൃപയാചിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി നമുക്ക് അവിടുത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ നന്ദി, ദൈവമേ ആരാധന. ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, ബന്ധങ്ങളെ ഏറ്റെടുക്കണമേ കർത്താവേ. ദൈവമേ ആരാധന, ആരാധന, മഹത്വം കർത്താവേ നന്ദി, ദൈവമേ സ്തോത്രം, മഹത്വം കർത്താവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരിക്കൽ കൂടെ ദിവ്യകാരുണ്യനാഥനോട് പറയാൻ നമുക്ക് പലതുമില്ലേ? കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ. എത്ര തവണ നമ്മൾ പാടിയിട്ടുണ്ട്. അമ്മയുടെ അരികിൽ കടന്നു വരുന്ന പ്രാർത്ഥനകൾ, അമ്മയോടൊപ്പം ചേർത്ത് വയ്ക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ സ്വർഗം കൽപ്പന പോലെ കരുതും. കൃപയോടെ സ്വർഗം അവിടെ ഇടപെടും. നിശ്ചയമായും ഈ ദിനങ്ങളിലെ
നമ്മുടെ നിയോഗങ്ങൾ ശലോമിൽ ജപമണികളോട് ചേർത്ത് എഴുതി വെച്ചത്, എഴുതിക്കൊടുത്തത്, എഴുതാൻ മടിയോടെ മനസ്സിൽ കരുതിയത്, പറയാനാവാത്തത് കൊണ്ട് വിങ്ങുന്ന ജീവിതത്തിൻ്റെ അത്തരം നൊമ്പരങ്ങൾ എല്ലാം ഒന്ന് യേശുവയ്ക്ക് കൊടുത്തിട്ട് സ്നേഹത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞില്ലേ, ജപമാല ചൊല്ലി തുടങ്ങുമ്പം നാം അമ്മയുടെ കൈ പിടിക്കും, ചൊല്ലിത്തീരുമ്പം അമ്മ നമ്മുടെ കൈ പിടിക്കും. അമ്മ കൈ പിടിക്കുമെന്ന് പറഞ്ഞാൽ അമ്മ നമ്മുടെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കും. പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളൊരു വലിയ സംഘമാണ്. ലൂയി മോൺഫോർട്ട് പുണ്യവൻ പറഞ്ഞു, നീ ഒറ്റയ്ക്കൊരു ജപമാല ചൊല്ലുമ്പം ഒരു ജപമാലയുടെ പുണ്യമാണ് നിനക്ക് കിട്ടുക. നീ ഒരു സമൂഹത്തോട് ചേർന്ന് ചെല്ലുമ്പം, ഓൺലൈനിൽ ലക്ഷക്കണക്കിന് ആളുകളോടൊപ്പം നീ ഒരു ജപമാല ചൊല്ലുമ്പം നീ തിരിച്ചറിയണം, നിനക്കെത്ര മനുഷ്യരിതിൽ എവിടെയൊക്കെ ഇരുന്നു കൊണ്ട് പങ്കെടുക്കുന്നു അത്രയും മനുഷ്യരുടെ പ്രാർത്ഥനാ പുണ്യം കിട്ടും. തീക്കട്ടയുടെ അരികിൽ കരിക്കട്ട ഇരിക്കും പോലെയാണ് നീ ഉണർവോടെ ജീവനോടെ തീക്ഷ്ണതയോടെ ജപമാല ചൊല്ലുമ്പം നിൻ്റെ അരികിൽ അകലങ്ങളിലായിരുന്നു പോലും പ്രാർത്ഥിക്കുന്നവരിലേക്ക് നിൻ്റെ ഉള്ളിലെത്തി. ഇത് ലൂയി മോൺഫോർട്ട് പുണ്യവാൻ്റെ വാക്കുകൾ. ജപമാലയിലൂടെ നീ ഉള്ളിലെത്തി കൈമാറുകയാണ്. നമുക്ക് ഈ ബോധ്യത്തോടു കൂടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഹൃദയപൂർവ്വം അമ്മയെ മനസ്സിൽ ധ്യാനിച്ച്, എവിടെ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെ അമ്മ സാന്നിധ്യമുണ്ട്. അമ്മയെ കൂടാതെ നമ്മുടെ തമ്പുരാന് അൾത്താരയിലായിരിക്കാനാവില്ല. അതുകൊണ്ട് കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ. പ്രാർത്ഥിക്കാം നമുക്ക്. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ, അമ്മേ കനിവിൻ കേദാരമേ. എല്ലാവരും ചേർന്ന് ഒരുമയോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ, അമ്മേ കനിവിൻ കേദാരമേ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. ആനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതൻ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.